ഇന്ന് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും ലഹരിയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ലഹരി മാഫിയ കേരളത്തെ അത്രമാത്രം പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തിന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികൾക്കിടയിൽ പോലും ഇന്ന് ലഹരി എന്ന് പറയുന്നത്, MDMA എന്ന് പറയുന്നത് സാധാരണ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട മുതിർന്ന ആളുകളിൽ കുട്ടികളെക്കാൾ 10 മടങ്ങാണ് ലഹരിയുടെ ഉപയോഗം. ഞാൻ നിങ്ങളോട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, 2024-25 കണക്കുകൾ പ്രകാരം മുതിർന്നവർക്കിടയിലുള്ളത് 7.5 ലക്ഷത്തിൽ കൂടുതലാണ്. എന്നാൽ ഈ അടുത്ത് എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ പറഞ്ഞ്, ഷിംന 7.5 ലക്ഷമൊന്നുമല്ല, ഇപ്പോൾ അതിൽ കൂടുതൽ കവിഞ്ഞിരിക്കുന്നു. 10 ലക്ഷത്തിന് അടുത്ത് മുതിർന്നവര് ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റിന് പോലും പുറത്തു പറയാൻ പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്, കൊച്ചി, മലപ്പുറം ഭാഗത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലഹരി മാഫിയ ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ കൊച്ചിയിൽ കാക്കനാട് എന്ന സ്ഥലത്ത് അത്താണി എന്ന ഹോട്ടലിൽ അരുൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും 203 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. ഈ അരുൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും വിവരം ലഭിച്ചതിനെ തുടർന്ന് എറണാകുളത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും, സ്കൂള്, കോളേജ് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പോലീസ് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്നും വമ്പിച്ച ലഹരി പദാർത്ഥങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. എത്ര നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ വിവിധ ജയിലുകളിൽ കള്ള്, കഞ്ചാവ്, ഫോണ് മുതലായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളെല്ലാം തന്നെ നമ്മുടെ ജയിലുകളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അങ്ങാടിപ്പാട്ടാണ്. തലശ്ശേരി ജയിലില് ഓഗസ്റ്റ് 5-ന് അതും TP കേസിലെ പ്രതികളിൽ നിന്നും ലഹരി MDMA കണ്ടെടുക്കുകയുണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം കേരളത്തെ എന്തുമാത്രം ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം. നോക്കൂ, യുവാക്കള്, വളർന്നു വരുന്ന പുതുതലമുറകള്, അവരുടെ ഒരു നാശം അത് രാഷ്ട്രത്തിന് വളരെ വലിയ ദോഷമുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ പകുതിയിൽ കൂടുതൽ യുവാക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വളർന്നു വരുന്ന തലമുറയാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷ പോലും അറ്റുപോകുന്ന അവസ്ഥയിൽ ലഹരി മാഫിയ ആ കുഞ്ഞു മനസ്സുകളിൽ പിടിമുറുക്കിയിരിക്കുന്നു. കോഴിക്കോടുള്ള പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സ് വളരെയധികം സ്പീഡിലാണ് എപ്പോഴും ബസ് ഓടിക്കുന്നത് നമുക്കറിയാം. എത്രയോ പേര്, നമ്മളുടെ വിരലിൽ എണ്ണാവുന്നതിനും അപ്പുറമുള്ള ആളുകള്, ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സ്, കിളികള്, ഇവരെല്ലാവരും തന്നെ MDMA വമ്പിച്ച തോതിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈ അടുത്ത് നമ്മൾ അറിഞ്ഞു. അത് നമ്മുടെ കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുകയുണ്ടായി. നമ്മൾ വിശ്വസിച്ച് നമ്മളുടെ ജീവൻ അതിൽ വെച്ചിട്ടാണ് ഓരോ ബസ്സിലും നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ബസ്സിൽ കയറുന്ന ആളുകളുടെ ഓരോ കുടുംബവും അവിടെ കാത്തിരിക്കുകയാണ് അവര്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഓടിക്കുന്ന ബസ്സിൽ കയറുമ്പോൾ നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് യാത്ര ചെയ്യും?